UDF പ്രചാരണം പൊളിച്ച് UDFന്റെ പ്രചാരണം പൊളിച്ച് അതെങ്ങനെയാണ് എനിക്ക് മനസ്സിലായില്ല കേട്ടോ. UDFന്റെ പ്രചാരണം പൊളിച്ച് ധവളപത്രം. കടക്കണിയില്ല. നിങ്ങളൊക്കെ എന്താ വിചാരിച്ചത്? സതീശന്റെ ഈ പറയുന്ന ധവളപത്രത്തിൽ 5.07 ലക്ഷം കോടി കടണ്ട് എന്നൊക്കെ അതൊന്നും ഇല്ലാന്നേ. ഇതാ ദേശാഭിമാനി വായിച്ചാൽ അങ്ങനത്തെ ഒരു പ്രശ്നമില്ല. ദേശാഭിമാനി വായിച്ചാൽ കടക്കണിയില്ല, ഒന്നുമില്ല. കടക്കണിയില്ല. കടത്തെ മെരുക്കിയ 10 വർഷം. ഞങ്ങൾ 10 വർഷം കടത്തെ മെരുക്കിയതാണോ? ഉമ്മൻചാണ്ടിയുടെ ഭരണകാലത്ത് 1.6 ലക്ഷം കോടിയായിരുന്നു. ഇതെല്ലാവർക്കും അറിയാവുന്ന അത് ഈ പത്രത്തിലുണ്ട്. ഉമ്മൻചാണ്ടി ഭരണം ഒഴിവായപ്പോൾ ഇവിടത്തെ എന്താ പറയാ പൊതുനഷ്ടം എന്ന് പറയുന്നത്, നമ്മുടെ പൊതു കടം, നഷ്ടമല്ല കടം എന്ന് പറയുന്നത് 1.6 ലക്ഷം കോടിയായിരുന്നു. ഇത് വളരെ കൃത്യമായ കണക്ക് ഇതിനകത്ത് പറയുന്നുണ്ട്. 1.6 ഇല്ല കേട്ടോ, 1.58. ഒരു എത്രയാണ്? 1,58,370 കോടി. അപ്പം 2016 മാർച്ച് 31 കേരളത്തിന്റെ പൊതുകടം എത്രയാണെന്നറിയോ? ദേശാഭിമാനി പറയുന്നതാണ്. എത്രയാണ്? 1.58 കോടി. അതായത് 1,58,370 കോടിയായിട്ട് കടം. ഇപ്പോഴ് 10 വർഷം കഴിഞ്ഞപ്പോഴത്തേക്ക് ആ 1,58,000 എന്നുള്ള സംഖ്യ എത്രയായി? 5,07 ലക്ഷം അല്ലെ? 5.07 ലക്ഷം കോടിയായി. അതിന്റെ എത്ര മടങ്ങ് അല്ലേ? ഈ 1.5 ലക്ഷം കോടിയിൽ നിന്ന് 5.5 ലക്ഷം കോടിയിലേക്കാണ് കുതിച്ചു കയറിയത്. എന്നിട്ടും പറയാണ് ഞങ്ങൾ മെരുക്കിയതാണോ? മെരുക്കി. ഇതിനാണ് പറയാ. ഇതിനെന്താ പറയാ? ചെറ്റത്തരം എന്നാണോ? തെണ്ടിത്തരം എന്നാണോ? നാറിത്തരം എന്നാണോ? അല്ലേ? ഇത്ര പോങ്ങന്മാരാണ്. കടക്കണിയിൽ എന്ന വായ്ത്താരിയായിരുന്നു കഴിഞ്ഞ 10 വർഷവും UDF കഴിഞ്ഞ 10 വർഷവും പിണറായി വിജയൻ കടം വരുത്തി എന്ന് പറഞ്ഞു. അവസാനം ധവളപത്രം നോക്കിയാട്ടെ. എന്ത് കട ആകെ എത്രയുള്ളൂ? 5.07 ലക്ഷം കോടിയല്ലേ ഉള്ളൂ അല്ലേ? നിങ്ങൾ ഉമ്മൻചാണ്ടി 1.48 ലക്ഷം കോടി. ഞങ്ങൾ ആകപ്പാടെ ഒരു 5 ലക്ഷം കോടിയല്ലേ കൂട്ടിയിട്ടുള്ളൂ? അല്ല, 4 ലക്ഷം കോടി. ഞങ്ങൾ ആകപ്പാടെ ഒരു 4 ലക്ഷം കോടി അല്ലടോ കൂട്ടിയിട്ടുള്ളൂ എന്ന് ചോദിക്കുന്ന മണുഗുണാഞ്ചന്മാരെ നിങ്ങളോട് ഒന്നും പറയാനിട്ടോ, ഒന്നും പറയാനില്ല. നമോ വാഗം കേട്ടോ, അത്രേ പറയാനുള്ളൂ. ഇത് മുഴുവൻ വായിച്ചു കഴിഞ്ഞാൽ എനിക്ക് വട്ടം. എല്ലാവർക്കും നല്ലൊരു ദിവസം ആശംസിക്കുകയാണ്. എൻ്റെ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്ത വ്യൂവേഴ്സ് പ്ലീസ് അതൊന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. നമുക്ക് ഓരോ ദിവസവും നമ്മൾ കാര്യങ്ങൾ അനലൈസ് ചെയ്യാം. ഞാൻ പറയുന്നതിൽ എന്തെങ്കിലും തകരാറുണ്ടെങ്കിൽ അല്ലെങ്കിൽ കള്ളത്തരമാണെങ്കിൽ നിങ്ങൾ കമന്റ് ചെയ്യുന്നത് നമുക്ക് സംവാദമാകാലോ. അല്ലേ? നമുക്ക് സംവാദമാകാലോ. ഞാൻ പറയുന്നത് 100% ശരിയാണെന്ന് ഞാൻ പറയുന്നില്ല. അതിലെന്ത് തെറ്റുണ്ടെങ്കിൽ വസ്തുതാപരമായ തെറ്റുണ്ടെങ്കിൽ നിങ്ങൾ പറയാന്ന് അംഗീകരിക്കാലോ. എന്താ വിഷമം? ഒരു വിഷമവുമില്ല. അതുകൊണ്ടാണ് പറയുന്നത് ഇതൊരു സംവാദത്തിന്റെ ഒരു പ്ലാറ്റ്ഫോമാണ്. അതല്ലാതെ പിണറായി വിജയൻ പറയുന്ന പോലെ ഇത് ഞാൻ പറയുന്നത് മുഴുവൻ നിങ്ങൾ കേട്ടാൽ മതി എന്നല്ല. നിങ്ങൾ പറയുന്നത് ഞാനും കേൾക്കും. ഇപ്പൊ ഞാൻ പറഞ്ഞില്ലേ എന്താണ് നിങ്ങളുടെ അഭിപ്രായം? അങ്ങനെ കേരളത്തിന്റെ പൊതുകടം എന്നുള്ളത് 5.07 ലക്ഷം കോടി രൂപയാണ് എന്നും അടിയന്തരമായി കൊടുത്തു തീർക്കാൻ ഉള്ളത് ഏതാണ്ട് 50,000 കോടി രൂപയാണ് എന്ന് പറഞ്ഞാൽ കഴിഞ്ഞ 10 വർഷം കേരളത്തെ ഭരിച്ച് മുടിപ്പിച്ച പിണറായി വിജയൻ സർക്കാർ വിവിധ മേഖലകളിൽ കൊടുക്കാൻ വേണ്ടി ബാക്കി വെച്ചത്, അതായത് എത്രയും പെട്ടെന്ന് കൊടുക്കേണ്ട തുകകളാണ്. അതായത് സിവിൽ സപ്ലൈസ് കോർപ്പറേഷനിൽ കരാറുകാർക്ക് കൊടുക്കാനുള്ള കുടിശ്ശിക, മെഡിക്കൽ സർവീസ് കോർപ്പറേഷന്, അങ്ങനെ എണ്ണി പറയുകയാണെങ്കിൽ ഏറ്റവും അടിയന്തരമായി കൊടുത്തു തീർക്കേണ്ട ഈ അധ്യാപകരുടെയും സർക്കാർ ജീവനക്കാരുടെയും അവരുടെ പെൻഷൻകാരുടെയും ഒക്കെ DA കുടിശ്ശികകൾ, അങ്ങനെ കഴിഞ്ഞ ദിവസം VD സതീശൻ അവതരിപ്പിച്ച ഈ ധവളപത്രത്തിൽ വളരെ കൃത്യമായി കേരളത്തിന്റെ പൊതുകടം 5.07 ലക്ഷം കോടിയാണ് എന്ന് പറയുന്നു. അടിയന്തരമായി കൊടുത്തു തീർക്കാനുള്ള പൈസ എത്രയാണ്? 50,000 കോടി ആണ് എന്നൊക്കെ പറയുന്ന, അതായത് യഥാർത്ഥത്തിൽ VD സതീശൻ പിണറായി വിജയൻ സർക്കാരിനെ ഉടുപ്പുടവയില്ലാതെ, അല്ലേ, അങ്ങനെ തന്നെ പറയണം, നഗ്നരാക്കിക്കൊണ്ട് ഇതാണ് കഴിഞ്ഞ 10 വർഷത്തെ LDF ഭരണം എന്ന് VD സതീശൻ തുറന്നു കാട്ടുകയാണ്. തുണിയില്ലാതെ നിൽക്കുകയാണ്. ഇപ്പം പച്ച മലയാളത്തിൽ പറഞ്ഞാൽ കാരണഭൂതവും കാരണഭൂതത്തിന്റെ
എന്താ പറയുക കാളികൂളി സംഘവും തുണിയില്ലാതെ ഉടുതുണിയില്ലാതെ നിൽക്കുകയാണ് കേട്ടോ. ഇതിൻ്റെ ജാള്യത മറക്കാൻ വേണ്ടിയിട്ട്, അതായത് ഇവരൊരിക്കലും നന്നാവില്ലല്ലോ. ഞാൻ പറഞ്ഞ പോലെ കഴുകാൻ നന്നാവാത്ത സാധനമാണ് CPM. അതിൻ്റെ എന്താ പറയുക, അതിൻ്റെ നേതൃത്വം എന്ന് പറഞ്ഞാൽ അതിനേക്കാൾ അപകടമാണ്. കാരണഭൂതത്തെക്കുറിച്ച് ഞാൻ അങ്ങനെ പറഞ്ഞ് ഇപ്രാവശ്യം ഞാൻ കാരണഭൂതത്തെയാണ്ട് ഒഴിവാക്കുന്നു. കാരണഭൂതം അവിടെ നിൽക്കട്ടെ. കാരണഭൂതത്തെക്കുറിച്ച് പറയാൻ വേറെ കുറെ കാര്യങ്ങളുണ്ട് കേട്ടോ. കാരണം പെട്ടെന്ന് പറയണം കാരണഭൂതത്തെക്കുറിച്ച്. കാരണം അതല്ലെങ്കിൽ ഇയാൾ ജയിലിൽ പോയി കഴിഞ്ഞാലേ ജയിലിലേക്കാണ് പോകുന്നത്. അക്കാര്യം ഞാൻ വേറെ വീഡിയോ പറയാം കേട്ടോ. ഏതാണ് അതിനുള്ള വകുപ്പുകളൊക്കെ ഇങ്ങനെ തയ്യാറാക്കിക്കൊണ്ടിരിക്കുകയാണ് ED. ഇന്നത്തെ ദേശാഭിമാനി ഇത്ര ഉളുപ്പ് എന്നല്ല, എന്താ പറയാ, അത്യാവശ്യം ഒരു ബോധം അല്ലേ, അത്യാവശ്യം ഒരു ബോധം, വെളിവ് അതുപോലില്ലാത്ത ഈ അന്തംഗമികൾ ഇറക്കിയ പത്രം കണ്ടങ്ങൾ. ഇതിന്റെ മെയിൻ സ്റ്റോറി രഹസ്യ ഡാറ്റകൾ കൈമാറി. എന്താണ് രഹസ്യ ഡാറ്റകൾ കൈമാറി? ഡെക്കാണ്. ധവളപത്രം AI ഗിമ്മിക്, ആർട്ടിഫിഷ്യൽ ഇന്റലിജൻസിന്റെ ഗിമ്മിക്കാണ് എന്നാണ് ഇപ്പൊ ഇവരുടെ ആരോപണം. അതായത് വേറെ പറയാൻ ന്യായങ്ങളൊന്നുമില്ല. യഥാർത്ഥത്തിൽ പറയേണ്ടിയിരുന്നത് VD സതീശൻ അവതരിപ്പിച്ച ഈ ധവളപത്രം, ഒന്നുകിൽ ഈ ധവളപത്രത്തിലെ വസ്തുതാപരമായ പിശകുകൾ പറയാം, ഇത് ശരിയല്ല, ആധികാരികമായ വസ്തുതകൾ നിരത്തിക്കൊണ്ട് VD സതീശൻ അവതരിപ്പിച്ച ധവളപത്രത്തിൽ ഇന്ന തകരാറുകളുണ്ട്, ഇന്ന തെറ്റുകളുണ്ട്, അത് പറയാം. മറ്റൊരു കാര്യം കൂടി ഇവർക്ക് പറയാം. എന്തായാലും ഈ കടക്കണിയിൽ നിന്ന് രക്ഷപ്പെടണമല്ലോ അല്ലേ. ഈ 5.07 ലക്ഷം കോടി എന്നുള്ളത് ഞെട്ടിപ്പിക്കുന്ന കണക്കാണ്. ഇതിൽ നിന്ന് എങ്ങനെ നമുക്ക് രക്ഷപ്പെടാൻ പറ്റും? എങ്ങനെയാണ് ഈ അടിയന്തരമായി കൊടുത്തു തീർക്കേണ്ട ഈ 50,000 കോടി രൂപ എങ്ങനെ കൊടുത്തു തീർക്കും? UDF സർക്കാർ പ്രഖ്യാപിച്ച ഈ ജനക്ഷേമ പദ്ധതികളുണ്ട്, ഇന്ദിരാ ഗ്യാരണ്ടി, ഇതൊക്കെ എങ്ങനെയാണ് നടപ്പിലാക്കുക? ഇതാണല്ലോ നമ്മുടെ മുന്നിലുള്ള ഏറ്റവും പ്രധാന പ്രശ്നം. അപ്പൊ യഥാർത്ഥത്തിൽ പ്രതിപക്ഷം ചെയ്യേണ്ടിയിരുന്നത് ഈ ധവളപത്രത്തിൽ ഇതൊക്കെ എങ്ങനെ ചെയ്യാൻ പറ്റും, എങ്ങനെ മറികടക്കാം എന്നുള്ളതിന്റെ ഒരുപാട് നിർദ്ദേശങ്ങളുണ്ട് കേട്ടോ. ആ നിർദ്ദേശങ്ങൾ പൂർണ്ണമായി മന്ത്രിസഭ അംഗീകരിച്ചിട്ടൊന്നുമില്ല. പക്ഷെ ഇവരുടെ കുറെ നിർദ്ദേശങ്ങളുണ്ട്. അതാണ് സ്വകാര്യവൽക്കരണം വേണം, ഈ നഷ്ടത്തിലായ പൊതുമേഖലാ സ്ഥാപനങ്ങൾ എന്ത് ചെയ്യണം, അത് സ്വകാര്യവൽക്കരിക്കാം അല്ലെങ്കിൽ അത് ലയിപ്പിക്കാം, അങ്ങനെ ഒരുപാട് നിർദ്ദേശങ്ങളുണ്ട്. ഈ പെൻഷൻ പ്രായം ഉയർത്തുക തുടങ്ങിയ നിർദ്ദേശങ്ങൾ. അപ്പൊ ഇതിനൊക്കെ വളരെ കൃത്യമായ ഇവരുടെ നിലപാട് ഇവർക്ക് പറയാം. ഇതാണല്ലോ മാന്യത, ഇതാണല്ലോ രാഷ്ട്രീയ മാന്യത. പക്ഷേ ഇവിടെ സംഭവിച്ചെന്താ നോക്കിയാട്ടെ, ഇതിന് കുറ്റം പറയാണ്. അതായത് ഇത് തയ്യാറാക്കിയ വിധത്തെയാണ് കുറ്റം പറയുന്നത്. ഇത് AI ആണെന്ന് പറയുന്നത്. എടോ പൊട്ടന്മാരെ, ഇവരെന്താ വിളിക്കുക? എടോ അന്തംഗമ്മികളെ, ഈ AI ആർട്ടിഫിഷ്യൽ ഇന്റലിജൻസ് എന്ന് പറഞ്ഞാലേ ഇപ്പം സർവ്വസാധാരണമായി സർവ്വ മേഖലകളിലും ഈ കമ്പ്യൂട്ടർ സോഫ്റ്റ്വെയർ രംഗത്ത് ഇത്തരത്തിലുള്ള ഡാറ്റ അനാലിസിസിൽ AI കടന്നു വന്ന് കഴിഞ്ഞിരിക്കുന്നതോ. നിങ്ങൾക്ക് ബോധം വിവരമില്ലാത്തതുകൊണ്ട് നിങ്ങൾ ഇങ്ങനെ ഞെട്ടണോ? ഇമാതിരി പത്രം ഇനിയിപ്പോ എല്ലാസും പറഞ്ഞോളി ധവളപത്രം മുഴുവനും AI കൊണ്ട് ഉണ്ടാക്കിയതാണ്, അതില് പെരുപ്പിച്ച കണക്കാണ്, അങ്ങനെയൊക്കെയാ പറയുന്നത്. പെരുപ്പിച്ച കണക്ക്, അർദ്ധസത്യം. വീണ്ടും മറ്റേ സംഭവം പറയുന്നുണ്ടോ, ധനവകുപ്പിന്റെ കൈവശമുള്ള അതീവ രഹസ്യ സ്വഭാവമുള്ള മാർക്കറ്റ് ബോറോയിങ്, കടബാധ്യതകൾ. കടബാധ്യത ഒന്നും ആൾക്കാർക്ക് അറിഞ്ഞൂടെ? കടബാധ്യതകളൊന്നും ആൾക്കാർക്ക് അറിയണ്ടോ? കടബാധ്യതകൾ, ബഡ്ജറ്റ് നിർദ്ദേശങ്ങൾ, നികുതി തന്ത്രങ്ങൾ, വായ്പ എടുക്കാൻ ഉദ്ദേശിക്കുന്ന സ്ഥാപനങ്ങൾ, ബേസ് ആൻഡ് മീൻസ് അഡ്വാൻസ് തുടങ്ങിയ വിവരങ്ങളോ അവയിലേക്ക് കടക്കാൻ പറ്റുന്ന ലിങ്കുകളോ കൈമാറരുത് എന്ന്. ഇത് എവിടെയാടോ പറഞ്ഞത്?